മറ്റൊരു വാർത്തയിലേക്ക് പോകണം. കേരളം കഴിഞ്ഞ 8-10 ദിവസമായി ചർച്ച ചെയ്യുന്ന വലിയ ഒരു സംഭവമാണ് ബലാത്സംഗ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒളിവ്. ഇപ്പോൾ 11ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുകയാണ്. ആദ്യം ഈ കേസിന്റെ ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. 15ാം തീയതി വരെ അറസ്റ്റ്, മുൻകൂർ ജാമ്യമല്ല, 15ാം തീയതി വരെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. രണ്ടാമത്തെ കേസിൽ അറസ്റ്റിന് തടസ്സമില്ല. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. പരാതിക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം സജീവമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ ഇരയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഊർജിതമായ നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ യുവതിയെ നേരിൽ കാണാനുള്ള ശ്രമമാണ് AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ, രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. എന്തായാലും അതിനു മുമ്പ് രാഹുലിനെതിരെ ഒരു കടുത്ത നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കില്ല എന്നാണ് വിവരം. എന്തായാലും ആദ്യം ബംഗളൂരുവിലേക്ക് രാഹുലിനെ അന്വേഷിച്ചെത്തിയ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് ചോരുന്നതായുള്ള ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ സംഘത്തോട് തിരുവനന്തപുരത്തേക്ക് തിരികെ മടങ്ങാൻ നിർദ്ദേശം നൽകുകയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി. അതിനുശേഷമാണ് രണ്ടാമത് ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക സംഘത്തെ ബംഗളൂരുവിലേക്ക് അയച്ചിരിക്കുന്നത്. രാഹുൽ എവിടെയെന്ന് കൃത്യമായി കണ്ടെത്തുക, പക്ഷേ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നീക്കങ്ങളിലേക്ക്, അതായത് ഒരുപക്ഷെ നാളെ സെഷൻസ് കോടതിയിൽ നിന്ന് വരുന്ന വിധി അനുസരിച്ചായിരിക്കും രാഹുലിന്റെ കാര്യത്തിൽ എന്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കണമെന്ന കാര്യത്തിൽ അന്വേഷക ഒരു തീരുമാനത്തിൽ എത്തുക. എന്തായാലും നാളെ ഈ സെഷൻസ് കോടതി ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് ഈ യുവതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, ഈ പരാതിയുമായി ബന്ധപ്പെട്ട അതിലെ നിജസ്ഥിതി എന്താണ് എന്ന് കണ്ടെത്താനുള്ള വലിയ ശ്രമമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തെ AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമലയിലെ മോഷണവുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് രമേശ് ചെന്നിത്തല കത്ത് നൽകി. രാജ്യാന്തര കരിഞ്ചന്തയിൽ കാണാതെ പോയ സ്വർണ്ണപ്പാളികളുടെ ഇടപാട് നടന്നത് 500 കോടിക്കാണെന്ന വിവരം ലഭിച്ചതായി രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നു. അന്താരാഷ്ട്ര മാഫിയയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും ചെന്നിത്തല പറയുന്നു. SIT അന്വേഷണത്തിന് തയ്യാറെങ്കിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് നേരിട്ടറിവുള്ള വ്യക്തിയുമായി അന്വേഷണവുമായി സഹകരിപ്പിക്കാം. സംസ്ഥാന ചില വ്യവസായികൾക്കും റാക്കറ്റുകൾക്കും കടത്തുമായി ബന്ധമുണ്ടെന്നും ചെന്നിത്തല പറയുന്നു. ഇതേ തുടർന്ന് SIT ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഈ കത്ത് SITക്ക് ലഭിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിക്കാഴ്ച ശരിവെച്ച മുഖ്യമന്ത്രി കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കണ്ടത്. AK സെന്ററിലായിരുന്നു കൂടിക്കാഴ്ച. മുഖത്ത് നോക്കി അവരെ സാമൂഹ്യ വിരുദ്ധരെന്ന് വിളിച്ചതായും പറയേണ്ട കാര്യം പറയാൻ മടി കാണിക്കുന്നവരല്ല താൻ ഉൾപ്പെടെയുള്ളവരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാനൊരു അവസരം തന്നുകൂടെ? അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർ പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ. അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ. ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും CPIMോ LDFോ സ്വീകരിച്ചിട്ടില്ല. അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് CPIMനും LDFനും നേരത്തെയുള്ളത്, ഇപ്പോഴുമുള്ളത്. അവരുടെ നിലപാടിൽ ഇതേവരെ മാറ്റം വന്നിട്ടില്ല. സംവാദത്തിലുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ MPമാരുടെ പ്രകടനത്തിൽ സംവാദമാകാം, സമയവും സ്ഥലവും തീരുമാനിച്ചാൽ മതി. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ റേഷൻ വിഹിതം മുടക്കാൻ UDF MPമാർ അനാവശ്യ ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ചുവെന്നും കോഴിക്കോട് നടന്ന മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി. കേരളത്തിലെ MPമാരുടെ പ്രവർത്തനത്തെപ്പറ്റി അറിയില്ലേ അദ്ദേഹത്തിന്? നമ്മുടെ കേരളത്തിലെ MPമാർ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ?
പൗരത്വ ഭേദഗതിക്ക് എതിരായ പ്രക്ഷോഭത്തിന്റെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കാത്തത് BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 843 കേസുകളിൽ 112 ഒഴികെയുള്ളവ പിൻവലിച്ചിട്ടില്ല. പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റേത്. അവർ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിടും. PM ശ്രീയിൽ ഒപ്പിട്ടതും അങ്ങനെയാണ്. ജോൺ ബ്രിട്ടാസിന് മുൻപ് നിതിൻ ഗഡ്കരി ആയിരുന്നു BJPയുമായുള്ള പിണറായിയുടെ പാലമെന്നും പ്രതിപക്ഷ നേതാവ് മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് നമുക്കറിയില്ലേ, പിണറായി വിജയന്റെ പ്രധാന പരിപാടി ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുനിഞ്ഞിരിക്കുകയാണ്. അവർ രണ്ടുപേരും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് കൊടുത്തു. പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല, സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ഞില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല, ക്യാബിനറ്റ് അറിഞ്ഞില്ല, LDF അറിഞ്ഞില്ല. അറിയാലോ ഒപ്പിട്ടത്, PM ശ്രീയിൽ ഒപ്പിട്ടത്. അവർ പറഞ്ഞതെല്ലാം കേൾക്കും. ഭയന്ന് നിൽക്കുകയാണ്. ഭയന്നാണ് ഇവർ ഭരിക്കുന്നത്. അതിന് അവരുമായി കുറെ പാലങ്ങളുണ്ട്. അതിലൊരു പുതിയ പാലമാണ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്ത ജോൺ ബ്രിട്ടാസ്. നേരത്തെ കുറെ പാലങ്ങളുണ്ട്. ഇപ്പോ ഈ ഹൈവേ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഒട്ട് ഇല്ലേ? സംസ്ഥാന ഗവൺമെന്റിന് ഒരു പരാതിയില്ല. ഇന്ന് മുഖ്യമന്ത്രി പറയുക, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് എന്തിനാണ് ഇത് പണിയുന്നതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നത്? അത് റീലിട്ടുകൊണ്ട് നടക്കായിരുന്നല്ലോ. PWD മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ റീലിട്ടുകൊണ്ട് നടക്കായിരുന്നല്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല. 100 കണക്കിന് സ്ഥലത്ത് മനുഷ്യന്റെ ജീവനപകടത്തിൽ ഇന്നലെ നമ്മൾ ശ്വാസം വിട്ടുപോയി, അല്ലെ? നിന്നുപോയി നമ്മുടെ. മാധ്യമങ്ങളോടുള്ള കടക്ക് പുറത്ത് പ്രയോഗം വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിളിക്കുന്ന സ്ഥലത്തെ മാധ്യമങ്ങൾ പോകാവൂ, വിളിക്കാത്ത സ്ഥലത്ത് വരുമ്പോൾ ദയവായി നിങ്ങൾ പുറത്തു പോകൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പുറത്തു കടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ. വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല കേട്ടോ. വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത്. അങ്ങനെ നിങ്ങളിരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക്. വടക്കൻ ഗോവയിൽ നിശാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേർക്ക് ദാരുണാന്ത്യം. സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം.